കാലങ്ങളിലെ നായകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു अलैहि वसल्लम क्या खबर किसको जब जामे कौसर मिला ഹൗദുൽ കൗസറിങ്കൽ എല്ലാവരും പാനീയത്തിന് വേണ്ടി തടിച്ചുകൂടി നിൽക്കുമ്പോൾ ആരറിഞ്ഞു ആർക്കൊക്കെ ഹൗദുൽ കൗസറിലെ പാനീയം കിട്ടിയെന്ന്? ക്യാ ഖബർ, എന്ത് വിവരം? കിസ്കോ ജബ് ജാമെ കൗസർ മില, എപ്പോഴാണ് കോപ്പ കിട്ടിയതെന്ന് ആരറിഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരറിഞ്ഞു ആർക്കാണ് ഹൗദുൽ കൗസറിന്റെ കോപ്പ ലഭിച്ചതെന്ന്, എപ്പോഴാണ് ലഭിച്ചതെന്ന്? കോപ്പ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കോപ്പുണ്ട്. കുറച്ച് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ചഷകം. ഹൗദുൽ കൗസറിലെ മധു ചഷകം ആർക്ക് എപ്പ ലഭിച്ചുവെന്ന് ആരറിഞ്ഞു? ഹം തോ ഉൻകി അദാ ദേഖ്തേ രഹ് ഗയേ. ആർക്കാണ് കോപ്പ ലഭിച്ചതെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അവിടുത്തെ നോക്കിക്കൊണ്ടേയിരുന്നു. വിളമ്പുന്ന പുണ്യ റസൂലിനെ നോക്കിക്കൊണ്ടിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ ഹൗദുൽ കൗസറിലെ ഉമ്മ വാപ്പാമാരൊക്കെ ഒരുമിച്ച് വിട്ടട്ടെ. പാവപ്പെട്ട വാപ്പാൻ ഓർക്കുക. ഒരു വാപ്പുണ്ടായിട്ടുണ്ടല്ലോ എല്ലാവർക്കും, ഒരു ഉമ്മ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അവരിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്, അവരുടെ ഖൈറുകളാണ്. മക്കൾക്ക് സ്വന്തം ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒക്കെ മാതാപിതാക്കളുടെ തുടർച്ച മാത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിതാ നിൽക്കണം. നിങ്ങളിപ്പോൾ കാണുന്നത് അബ്ദുൽ ഹമീദ് ഹൈദരി എന്നൊരു മനുഷ്യനെന്ന് വിശ്വസിച്ചോളൂ. ഈ രക്തം ആ വക, ഈ ശരീരം ആ വക. ഉപ്പാനെ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത കുറച്ച് പണി അല്ലാഹു തആല ഉപ്പാന്റെ പിറകെ എനിക്ക് തന്നു, എന്നെ അനുഗ്രഹിച്ചു. അതായിരിക്കും ഉപ്പാക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം. ഇപ്പൊ പ്രസംഗിക്കുന്ന സദസ്സിൽ വെള്ളച്ചായ കുടിച്ചിട്ട് പകുതി സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് എനിക്ക് തരും, അത് കുടിച്ചടാ എന്ന് പറയും. എന്നാ മക്കളെ പ്രശംസിക്കൂല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു നേരം എല്ലാവരും മാതാപിതാക്കൾ ഓർക്കാൻ. BA റാങ്ക് കിട്ടിയിട്ട് ഉപ്പാനെ കാണാൻ ചെന്നു. അപ്പൊ സഹീഹ് ബുഖാരി നെഞ്ചത്ത് വെച്ച് കിടക്കണം. അധികം ഞാൻ കണ്ടിട്ടുള്ളത് ഹദീദ് കിതാബ് നോക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ്. വലിയ വലിയ പണ്ഡിതന്മാർ വീട്ടിൽ വരും അസറിന്റെ ശേഷം സിഹാഹു സിത്ത നോക്കാൻ, ഹദീദ് നോക്കാൻ. സഹീഹ് ബുഖാരി നെഞ്ചത്ത് വെച്ച് കിടക്കണേ. ഒരു പിതാവിന്റെ അടുത്ത് പോയിട്ടൊരു മകൻ, അന്ന് അങ്ങാടിയിലൊക്കെ എൻ്റെ ഫോട്ടോ തൂങ്ങി കിടക്കുന്നുണ്ട് പത്രത്തിൽ, ഫസ്റ്റ് പേജിൽ. BA ഫസ്റ്റ് റാങ്ക്. അത് ചെന്നിട്ട് ഇങ്ങനെ പറയാൻ ശ്രമിച്ചു, പേടിച്ചിട്ട്. റാങ്ക് കിട്ടിയ കാര്യം പറയാൻ, പിതാവിനോട് പറയാൻ സന്തോഷമല്ലേ വേണ്ടത്. ചെന്നിട്ട് വിളിച്ചു, പാന്ന് വിളിച്ചു, മൂളി. പിന്നെ മെല്ലങ്ങനെ പറഞ്ഞു, എനിക്കൊരു റാങ്ക് ഉണ്ട്. മറുപടി ഒന്നും പറഞ്ഞില്ല, ഒരു സന്തോഷം പറഞ്ഞില്ല. പിന്നെ ഹദീത്ത് നോക്കിക്കൊണ്ടിരുന്നു. സഹീഹ് ബുഖാരി, റസൂലുള്ളാഹിന്റെ ഹദീത്ത് നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചു നേരം കൂടി നിന്നു, എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. 3 വട്ടം പറഞ്ഞിട്ടും മറുപടി ഇല്ലാതെ തിരിച്ചു പോന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് നിന്റെ കൈ കൊണ്ട് കിട്ടിയതല്ല, ഞാൻ ദ്വാരുന്നിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു. അതായിരുന്നു മറുപടി. അതും കേട്ട് മടങ്ങി. ദുബായിൽ ഒരു വലിയ പണ്ഡിതൻ പ്രസംഗിക്കുന്നു. മുഖം കാണുന്നില്ല. ഞാൻ ചെന്ന് കയറുമ്പോൾ അദ്ദേഹം പ്രസംഗം തുടങ്ങിയിരിക്കുന്നു. ഞാൻ പിറകെ പോയിരുന്നു. കാലിന്റെ ഞെരിയാണിയുടെ ഭാഗത്ത് തടിയുണ്ട്. ഈ കാലിന്റെ ആളെനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. വെറുതെ ഒരു തോന്നൽ തോന്നുന്നു. പ്രസംഗിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട്, ഞങ്ങളപ്പാന്റെ ശിഷ്യനാ, ഞാൻ അസറിന്റെ ശേഷം നിങ്ങളെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഉപ്പാനെ കാണാൻ, ഹദീസ് നോക്കാൻ. അന്ന് ഞാൻ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നപ്പോൾ കണ്ട കാലാണ്. വർഷങ്ങൾക്ക് ശേഷം ദുബായിലെ സ്റ്റേജിൽ ഒരു പണ്ഡിതൻ പ്രസംഗിക്കുമ്പോൾ പിറകുന്ന കാല് വെച്ചിട്ടാണ് ഞാൻ ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. മാഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മഹാത്ഭുതങ്ങളല്ലെങ്കിൽ പിന്നെ എന്താ? മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരെ ഖബറുകൾ അല്ലാഹു പ്രകാശം കൊണ്ട് നിറക്കട്ടെ. പാവപ്പെട്ട വാപ്പ, പാവപ്പെട്ട ഉമ്മ. മകനിങ്ങനെ സ്റ്റൈലായിട്ട് വീട്ടിൽ ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. സ്റ്റൈലായിട്ട് കുപ്പായൊക്കെ ഇട്ട് രാവിലെ നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. അവിടെ ബാപ്പ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. കഫൻ തുപ്പുന്നുണ്ട്. താങ്ങിയിരുത്തോ നിങ്ങൾ കാശ് കൊടുക്കും? താങ്ങിയിരുത്തൂല. താങ്ങിയിരുത്താനൊരർപ്പ. അത് നിങ്ങളെ സ്റ്റൈലിന് പറ്റില്ല. ആർക്ക് വേണം നിങ്ങളെ പണം?
ആ മനുഷ്യനപ്പ ആവശ്യങ്ങളെ കൈത്താങ്ങാണ്. നിങ്ങൾ കഞ്ഞി കോരി കൊടുത്താൽ സന്തോഷിക്കും, നിങ്ങൾ നെറ്റി തലോടി കൊടുത്താൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. എൻ്റെ മോന്, എൻ്റെ കുട്ടി, എൻ്റെ ചോര എന്നോർക്കും, പറയില്ല, ഉള്ളിലോക്കും. എൻ്റെ മോൻ എന്നെ താങ്ങി. കാലം മാറിപ്പോയി, വളരെ മാറി. മനുഷ്യന്റെ സ്വഭാവം മാറി, ചെറുപ്പക്കാരുടെ രീതി മാറി, മുതിർന്നവരുടെ രീതി മാറി, ആണുങ്ങളുടെ രീതി മാറി, പെണ്ണുങ്ങളുടെ രീതി മാറി. അങ്ങാടികൾക്ക് മാറ്റം, ഗ്രാമങ്ങൾക്ക് മാറ്റം, വീടുകളിൽ മാറ്റം. മാതാപിതാക്കളെ മാറോട് ചേർക്കണം. ആ ഓർമ്മകൾ നമുക്ക് തണലാകണം, നിഴലാകണം. മക്കള് മാതാപിതാക്കളെ കൊല്ലുന്ന കാലം, അവരെ വൃദ്ധസദനത്ത് കൊണ്ടുപോയിട്ട് അടക്കുന്ന കാലം, സ്നേഹശൂന്യതയുടെ കാലം, സ്നേഹനിരാസത്തിന്റെ കാലം. വീടുകൾക്കകത്ത് ഇരുട്ട് കട്ട പിടിച്ച് വന്നുകൊണ്ടിരിക്കണം, വെളിച്ചം പുറത്താണ്. വീടുകൾക്കകത്ത് കൂരിരുട്ടാണ്, കൂരിരുട്ട്. എല്ലാ ജാതിയും സമുദായവും ഇതിനെതിരെ നിലകൊള്ള മനുഷ്യത്വം കൊണ്ടുവരാൻ നോക്കുക, നൈതിക മൂല്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ഇതൊരു പ്രത്യേക സമുദായമോ ഒരു പ്രത്യേക മതമോ ഒന്നും അല്ലാതെ എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു നിൽക്കുക എത്തിക്സിന് വേണ്ടി. മാതാവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ വരട്ടെ, പിതാവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ വരട്ടെ. ചിന്തിക്കണം. 9.5 മാസം ഗർഭത്തിൽ കിടന്നപ്പോ പാവപ്പെട്ട സ്ത്രീ കമഴ്ന്ന് കിടന്നപ്പോ പറഞ്ഞു, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും. നിങ്ങളും ഞാനും ഗർഭത്തിൽ കിടന്നപ്പോഴേ ഉമ്മ പറഞ്ഞ വാക്കാണ്. കമഴ്ന്ന് കിടന്നപ്പോ ഉമ്മ പറഞ്ഞു, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. അപ്പൊ കമഴ്ന്ന് കിടക്കണം. മലർന്ന് കിടന്നാലോ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. ചെരിഞ്ഞിടന്നാലോ അന്നും വേണമായിരുന്നു കുട്ടിക്ക് ഊർജം, അന്നും വേണമായിരുന്നു ആഹാരം, അന്നും വേണമായിരുന്നു ശ്വാസം. മാതാവിന്റെ ചോരയിൽ നിന്ന് അതൊക്കെ വലിച്ചു കുടിച്ചു. ഇപ്പൊ വലിയ യോഗ്യനായി മാറിയവൻ 9.5 മാസം പാവപ്പെട്ട ഉമ്മയുടെ രക്തത്തിൽ നിന്ന് ആഹാരം സ്വീകരിച്ചു, ഊർജം സ്വീകരിച്ചു. പാവപ്പെട്ട അമ്മയുടെ, പാവപ്പെട്ട ഉമ്മയുടെ. എല്ലാ മതത്തിലും സമുദായത്തിലും മാതാവിനെ പറഞ്ഞിരിക്കണം. നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച്ച സാമ്പൽസരി. എന്നെ ഗർഭം ചുമന്നപ്പോ അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നില്ലേ? അമ്മ മെലിഞ്ഞു പോയിരുന്നില്ലേ? അമ്മ മലമൂത്രത്തെ കിടക്കയാക്കിയില്ലേ എന്ന് ശ്രീ ശങ്കരൻ തന്റെ അമ്മയോട് ചോദിച്ചത് ഈ കേരളത്തിലാണ്. അമ്മേ, എന്നെ ഗർഭത്തിലായിരുന്നപ്പോ നൈരുച്യം, അമ്മക്ക് ഭക്ഷണത്തിന് രുചിയില്ലായ്മ തോന്നിയിരുന്നോ? തന്നു ശോഷണം, എന്നിട്ട് അമ്മ മെലിഞ്ഞിരുന്നു. അമ്മ മലമയി ശയ്യാച്ച, എന്റെ മലമൂത്രത്തെ അമ്മ കിടക്കാക്കിയിരുന്നോ? ശയ്യ, മലമയി ശയ്യാച്ച, എന്റെ മലമൂത്രത്തെ അമ്മ കിടക്കാക്കിയില്ലേ? അതിലല്ലേ അമ്മ കിടന്നിരുന്നത്? അമ്മേ, ഒരു കാലത്തും എനിക്കതിന് നന്ദി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു മകനെ നൊന്തുപെറ്റ നാടാണ് ഈ കേരളം എന്നുള്ളത് ഓർക്കണം. 9.5 മാസം മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കേബിള് വയറിട്ടു സർവശക്തനായിട്ടുള്ള കാരുണ്യവാൻ. കേബിള് വയറെടുത്തു, വയറ്റത്തേക്ക് കുത്തി. മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുത്തു. ഉമ്മ കഴിക്കണ കഞ്ഞി, ഉമ്മ കഴിക്കണ ചോറ്, ഉമ്മയും അമ്മയും കഴിക്കണ വെള്ളം, ഉമ്മ കഴിക്കണ ചക്കക്കൂട്ടാന്. ഇന്നവന് ചക്കയോട് പുച്ഛാണ്, ഇന്നവന് കഞ്ഞിയോട് പരമപുച്ഛമാണ്. അവൻ 9.5 മാസം നിലനിർത്തിയത് ആരോഗ്യവും ആഹാരവുമാണ്. ജനിച്ചപ്പോ വയറ്റുന്നൊരു നാരുമായിട്ട് ജനിച്ചു. കാണാൻ നല്ല സ്റ്റൈലുള്ള കുട്ടി, പക്ഷെ സ്റ്റൈലില്ലാത്തൊരു സാധനം. അതെന്താ? വയറ്റത്ത് ഒരു നാര്. അതാ കേബിൾ വയറിന്റെ ബാക്കിയാണ്. മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആഹാരം വലിച്ചു കൊടുക്കാൻ കാരുണ്യവാനായിട്ടുള്ള സൃഷ്ടാവ് ഏർപ്പെടുത്തിയ സംവിധാനം. ജനിച്ചപ്പോൾ ഒരു നാരോടുകൂടി ജനിച്ചു. പിന്നെ ആ നാര് ഉണങ്ങിപ്പോയി. നാര് ഉണങ്ങിപ്പോയപ്പോഴും അതിന്റെ പാട് ബാക്കിയായി. പൊക്കിൾക്കുഴി. മാതാവിനെ ചവിട്ടാൻ നീ കാലോങ്ങുമ്പോ, കൊല്ലാൻ കഴുത്ത് മുറുക്കുമ്പോ, നിന്റെ നാഭിയിലിരുന്ന് നിന്റെ പൊക്കിൾ കൊഴി തേങ്ങിക്കരയണം.
എന്ന് സർവശക്തനായ കാരുണ്യവാൻ വിധിച്ചിരിക്കുന്നു. യോഗ്യനായ മകൻ സ്റ്റൈലിൽ പോകുമ്പോ ഒരു ചെറിയ ആഗ്രഹം പ്രകടിപ്പിച്ചു, മോനെ നീ വരുമ്പോ എന്റെ മരുന്ന് കൊണ്ടോ എന്ന് ഞരക്കത്തിലും മൂളക്കത്തിലും വാപ്പ ചോദിച്ചു. മകനത് ഇഷ്ടമായി. നീ അവരോട് എന്ന് പോലും പറയരുത്. നീ അടിക്കുക നോവിക്കൊന്നുമല്ല, നിന്റെ ഒരു വാക്ക് പോലും നൊന്തുപോകും. പറയരുത്, വിഷമുണ്ടാക്കരുത്, ഒരിക്കലും വിഷമിപ്പിക്കരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ എല്ലാ വാതിലും അടഞ്ഞു പോവും. നിന്റെ പിതാവും നിന്റെ മാതാവും വിഷമിച്ച നിന്റെ സകല വാതിലും അടഞ്ഞു പോവും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളോടൊപ്പം പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടട്ടെ. ക്യാ ഖബർ കിസ്കോ ജബ് ജാമെ കൗസർ മില. ആരറിഞ്ഞു എപ്പോഴാണ് ഹൗലുൽ കൗസറിലെ പാനീയം ലഭിച്ചത്? അള്ളാഹു ആ കോപ്പ നമ്മുടെ ഒക്കെ കയ്യിൽ തരുമാറാകട്ടെ. വലിയൊരു വിളമ്പലുകാരൻ നിൽക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകോടി പാത്രത്തിന് വേണ്ടി നിൽക്കുക ഹൗലുൽ കൗസറിങ്കിൽ. കോടാനുകോടി പാത്രം, നക്ഷത്രങ്ങളെ പോലെ പാത്രം എന്നാണ് ഹദീസിൽ. നക്ഷത്രങ്ങളെ പോലെ തിളങ്ങും ഹൗലുൽ കൗസറിലെ പാത്രം. എല്ലാവരും കൂടി കാത്തു നിൽക്കണം. क्या खबर किसको जब जामे कौसर मिला, हम तो उनकी अदा देखते रह गए. നമ്മൾ വിളമ്പുന്ന പുണ്യ റസൂലിനെ നോക്കി നിന്നു. നമ്മൾ കോപ്പ മറന്നുപോയി, കുടിക്കാനുള്ള പാനീയം മറന്നു. ആർക്ക് കിട്ടി എപ്പോ കിട്ടി നോക്കിയില്ല. നമ്മൾ വിളമ്പുന്ന ആളെ നോക്കി നിന്നു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതം. യഥാർത്ഥത്തിൽ അതല്ലേ സംഭവിക്കുക? ഇത് എഴുതിയ ആൾ എത്ര വലിയ മഹാൻ! അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുക? റസൂലുള്ളാഹിനെ കാണുമ്പോൾ നേരിട്ട് അടുത്ത് നിൽക്കുന്നു. അള്ളാഹു എത്തിക്കട്ടെ. ഹൗദുൽ കൗസറിലെ കോപ്പ, വെള്ളം, അതിന്റെ മാധുര്യം ഉണ്ട്. തേനിനേക്കാൾ മധുരം, പാലിനേക്കാൾ വെളുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ നോക്കുക? ആ വിളമ്പാൻ നിൽക്കുന്ന ലോകാനുഗ്രഹം സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ നോക്കി നിന്ന് പോയി. സിദ്റത്തുൽ മുൻതഹ ദേഖ്തേ രഹ് ഗയേ. മസ്ജിദുൽ അഖ്സയിൽ ഇമാമത്ത് നിന്നു. മുഖ്തദി മുഖ്തദ ദേഖ്തേ രഹ് ഗയേ. സൂറത്തെ മുസ്തഫ ദേഖ്തേ രഹ് ഗയേ. അതൊന്നും നമ്മളെ ബാധിക്കണതല്ല. നമുക്ക് മസ്ജിദുൽ അഖ്സയിലെ ഇമാമത്തേക്ക് പ്രവേശനം കിട്ടിയവരല്ല. നമ്മള് സിദ്റത്തുൽ മുൻതഹയിൽ ജിബ്രീൽ നോക്കി നിന്ന പോലെ നോക്കി നിൽക്കാൻ അവസരമുള്ളവരല്ല. നമുക്ക് വരാൻ പോണ ഒരു അവസരം അല്ലാഹു നൽകട്ടെ. അതാണ് ഇപ്പൊ പറയണത്. क्या खबर किसको जब जामे कौसर मिला, हम तो उनकी अदा देखते रह गए. नेको बद पर हुआ उनका यक्सां करम. നല്ലവരിലും ചീത്തയായവരിലും ഒരുപോലെ അവിടുന്ന് കരുണ കാട്ടി, ഔദാര്യവും കാട്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക് അച്ഛാ ബുരാ ദേഖ്തേ രഹ് ഗയേ. നല്ലവരും ചീത്തയായവരും ഒരുപോലെ നോക്കിക്കൊണ്ട് നിന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ ഗുമ്മേ നസീം ഉൻകെ ജൽവോ മേ ഹം. അവിടുത്തെ പ്രകാശധാരയിൽ മുങ്ങിപ്പോയിക്കൊണ്ട് നമ്മളെല്ലാവരും ഷാനെ റബ്ബുൽ ഉലാ ദേഖ്തേ രഹ് ഗയേ. അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ നോക്കിക്കൊണ്ടേ നിന്നു. അള്ളാഹുവിങ്കിലേക്കൊരു പാലം പണിയാൻ, അള്ളാഹുവിങ്കിലേക്കൊരു മാർഗം തരാൻ, അള്ളാഹുവിന്റെ തൗഹീദിനെ ഉൾക്കൊള്ളാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അവനോട് ആവലാദികൾ ഏറ്റുപറയാൻ, അവന്റെ സ്വർഗത്തിൽ നാളെ പ്രവേശിക്കാൻ, അവന്റെ പൊരുത്തവും പ്രീതിയും ലഭ്യമാക്കാൻ. ഓക്കെ ഗുമ്മേ നസീം ഉൻകെ ജൽവോ മേ ഹം.
ഷാനെ റബ്ബുൽ ഉലാ ദേഖ്തേ രഹ് ഗയേ. പരിശുദ്ധനായ അല്ലാഹുവിന്റെ മഹാത്മ്യം നമ്മൾ നോക്കിക്കൊണ്ടേ നിന്നു. അല്ലാഹനെ മനസ്സിലാക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള മാർഗം പരിചയപ്പെടുത്താൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബ് മദീന മേ ജാനാ നസീബ് ഹോ, യാ റബ്ബ് മദീന മേ ജാനാ നസീബ് ഹോ. റബ്ബേ ഒന്ന് മദീനയിൽ പോകാൻ നസീബുണ്ടാകണേ എന്ന് എഴുതിയ ഉറുദു കവി രണ്ടാമത്തെ വരി എഴുതി വെച്ചത് എന്താണെന്നറിയോ? ജാനാ നസീബ് ഹോ ഫിർ ന ആനാ നസീബ് ഹോ. പോകാൻ നസീബുണ്ടാകണേ, പോയിട്ട് വരാൻ നസീബുണ്ടാകരുതേ. യാ റബ്ബ് മദീന മേ ജാനാ നസീബ് ഹോ. റബ്ബേ മദീനയിൽ പോകാൻ നസീബുണ്ടാകണേ. ജാനാ നസീബ് ഹോ ഫിർ ന ആനാ നസീബ് ഹോ. പോകാൻ നസീബും ഭാഗ്യവും തരണേ, പോയിട്ട് മടങ്ങി വരാൻ നസീബ് തരരുതേ, അവിടെ തന്നെ വെച്ച് മരണം തരയണമേ എന്നാണ് ഒരു കവി ദുആ ചെയ്യുന്നത്. മദീനയിൽ വെച്ച് ആര് മരിച്ചാലും ഖബർ എവിടെയെന്നറിയോ? ബഖീലാണ്. ഇപ്പോഴും ആര് മരണപ്പെട്ടാലും രണ്ടാമതൊരു ഖബർസ്ഥാനില്ല. റസൂലുള്ളാഹിന്റെ കുടുംബം കിടക്കണേ, സഹാബത്ത് കിടക്കണേ, ഫാത്തിമ കിടക്കണേ, ആയിഷ കിടക്കണേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും കിടക്കണേ, ഇമാം ഹസൻ കിടക്കണേ, സ്വർഗത്തിന്റെ സന്തോഷ വൃത്താന്തം അറിയിക്കപ്പെട്ടവരൊക്കെ കിടക്കണേ. അപ്പോൾ എങ്ങനെ പുതിയ ഖബറിന് സ്ഥലം? അത് കുറെ അങ്ങനെ കഴിയുമ്പോൾ ഖബറുകൾ അങ്ങനെ മാറും. അവിടെ ഈ ഖബറുകൾക്ക് മാത്രമേ മാറ്റമില്ലാത്തുള്ളൂ, പുതിയ ഖബറൊക്കെ മാറും. ഈ ഖബറുകളൊക്കെ അങ്ങനെ തന്നെ, അതിപ്പോഴും അങ്ങനെ തന്നെ, അതെന്നും അങ്ങനെ തന്നെ. ബാക്കി പുതിയ ഖബറിന്റെ സ്ഥലങ്ങൾ അവിടുന്ന് കുറെ വിട്ടിട്ടാണ്. പക്ഷെ ഒറ്റ ഖബർസ്ഥാനാണ് ബഖീഅ്. ബഖീഅയിലുള്ളവർക്ക് പരിശുദ്ധ റസൂൽ ശുപാർശകനാകുമെന്ന് ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്തിൽ ഖബർ പൊട്ടിപ്പൊളരുമ്പോ ആദ്യമായിട്ട് ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കും. പിന്നെ എൻ്റെ കൂടെ ബഖീഅയിലുള്ളവർ എഴുന്നേൽക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ ഒരു ആദർശത്തെ, ഒരേ ഒരു സംസ്കാരത്തെ ലോകത്ത് സ്ഥാപിച്ചു പോയി, സംസ്കരണം നൽകിപ്പോയി, സന്മാർഗം തന്നു, അള്ളാഹുവിനെ മാനവകുലത്തിന് പരിചയപ്പെടുത്തി, മനുഷ്യരാശിക്ക് നിർമാർഗം കാട്ടി, നീതിയെ സ്ഥാപിച്ചു, സത്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ എല്ലാം ഫലമായിട്ട് ലോകത്തിന്ന് പരന്നേ കിടക്കുന്ന ഈ വലിയ സംസ്കാരത്തിൻ്റെ അധിപനും അതിൻ്റെ മാർഗദർശിയുമായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. ഇന്ന് ലോകത്തതാ ബാങ്കിലൂടെ അവിടുത്തെ പേര് മുഴങ്ങുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത്രയേറെ ലോകത്തൊരു പേരും മുഴക്കപ്പെടുന്നില്ല എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ലോകത്തൊരു നേതാവിനെ ലോകത്ര അനുസ്മരിക്കുന്നില്ല എന്ന് ഈ ഉമ്മത്തി എന്ന് പറയുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു നേതാവിനെ ലോകത്ത് ഇത്രയേറെ ഡെയിലി പേരിങ്ങനെ പറഞ്ഞ് മുഹമ്മദ് 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 മുഹമ്മദ്. ഒരാള് ശൂന്യാകാശത്തിൽ സഞ്ചരിക്കട്ടെ, എന്നിട്ട് ഭൂമിയെ നിരീക്ഷിക്കട്ടെ, ഞാൻ പറയാം ഒരു സെക്കൻഡ് ഒഴിവുണ്ടാവില്ല നബിയുടെ പേര് പറയപ്പെടാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എന്നാ അറിയില്ല, ശൂന്യാകാശത്ത് പോയിട്ട് ഭൂമിയെ നിരീക്ഷിക്കുക. ഞാൻ അതിൻ്റെ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്തോനേഷ്യയിൽ സുബഹിയുടെ ബാങ്ക് മുഴങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജക്കാർത്തയിൽ, പിന്നെ സുമാത്രയിൽ സുബഹി, പിന്നെ മലേഷ്യയിൽ സുബഹി.
ജക്കാർത്തയിൽ സുബഹി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിലെ ഡാക്കയിൽ സുബഹി, ഡാക്കയിൽ കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ സുബഹി, മുംബൈയിൽ സുബഹി. ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നെ സുബഹിയായി. ശ്രീനഗറിൽ സുബഹിയായി. അതേ സമയത്ത് അല്ലാമ ഇക്ബാലിന്റെ ഗ്രാമമായ സിയാൽകോട്ടിൽ സുബഹി. ഒരു സുബഹിക്കാണ് അല്ലാമ മരണപ്പെടുന്നത്. പരിശുദ്ധ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ച അല്ലാമ സുബഹിന്റെ ബാങ്ക് മുഴങ്ങുമ്പോഴാണ് ഈ ലോകത്തെന്ന് പറയുന്നത്. അവിടെ ബാങ്കായി. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിലെ സുബഹി, അത് കഴിഞ്ഞ് മസ്കത്തിൽ സുബഹി, അത് കഴിഞ്ഞ് ബഗ്ദാദിൽ സുബഹി, അത് കഴിഞ്ഞ് ഹിജാസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവിശ്രമത്തിന്റെ മണ്ണിൽ മദീനയിലും മക്കയിലും സുബഹി, ദുബായ് അബുദാബി അടങ്ങുന്ന UAE സുബഹി, ബഗ്ദാദിൽ സുബഹി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ സുബഹി, അലക്സാണ്ട്രിയയിലും ഇസ്തംബൂളിലും ഒരേ സമയം സുബഹി, പിന്നെ സിറിയയിലും സോമാലിയയിലും സുഡാനിലും സുബഹി, പിന്നെ ലിബിയയിലും ടുണീഷ്യയിലും സുബഹി. അപ്പോഴേക്ക് ഇന്തോനേഷ്യയിലും ളുഹറായി. മനസ്സിലാക്കണേ, ഇന്തോനേഷ്യയിലും ളുഹറായി. ഇവിടെ സുബഹി തീർന്നിട്ടില്ല. ആഫ്രിക്കയിൽ സുബഹിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അമേരിക്കയിലേക്കൊക്കെ പോകുമ്പോൾ രാത്രിയാണ്. അവിടെ സുബഹിയാണതിന് മുമ്പ് ജക്കാർത്തയിലെ മുഅദ്ദിൻ വീണ്ടും മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ ളുഹറായി. ഡാക്കയിൽ ളുഹറാവുമ്പോ കിഴക്കൻ ഇന്തോനേഷ്യയിലെ അസ്റായി. ഡാക്കയിലെ മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ സൗത്ത് ഇന്തോനേഷ്യയിലെ മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് രണ്ടും രണ്ട് നേരാ. അവിടെ അസ്റായി. ഇന്തോനേഷ്യയിലെ ഇശ ആവുമ്പോ ആഫ്രിക്കയിലെ സുബഹി ബാങ്ക് കൊടുക്കണേ ഉള്ളൂ. സെക്കൻഡ് മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. ഇത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിക്കണ്ടേ? മരിച്ചു പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും? ഒരുപാട് ഹീറോകളല്ലേ നിങ്ങൾ ചിത്രം വരച്ച് വെച്ചിട്ട് കൊണ്ടു നടക്കുന്നത്? നിങ്ങളല്ലേ അങ്ങാടി കവലകളിൽ മുഴുവൻ ഹീറോകളെ നിറച്ച് വെച്ചിരിക്കുന്നത്? അവരല്ലേ നിങ്ങളുടെ വീരപുരുഷന്മാർ? പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുന്ന നാമധേയമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ശൂന്യാകാശത്തേക്ക് ഇതിനു വേണ്ടി മാത്രം ഒരു പേടകമുണ്ടാക്കിയിട്ട് പോയി എന്ന് വെക്കട്ടെ. ഞാൻ എവിടെയും വായിച്ചിട്ട് പറയല്ല, ഞാൻ എൻ്റെ മനസ്സിന്ന് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പറയണം. ഞാൻ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യാൻ വേണ്ടി പറയണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒരു പ്രത്യേക ഓഡിയോ സിസ്റ്റം വെച്ചിട്ട് ഭൂമിയിലെ ശബ്ദ തരംഗങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന അതിശക്തമായ ഇൻട്രിക്കേറ്റ് ടെക്നിക്കൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ സംവിധാനം വെച്ചുകൊണ്ട് ഭൂമിയിലെ ശബ്ദ തരംഗങ്ങളകിലവും പിടിച്ചെടുക്കുന്ന ഒരു യന്ത്ര സംവിധാനം വെച്ചുകൊണ്ട് നാളെ ശാസ്ത്രം പുരോഗതി പ്രാപിച്ച ശേഷം ഏതാനും മുഹിബ്ബുർ റസൂലുകൾ, പ്രവാചക സ്നേഹികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൂന്യാകാശത്തേക്ക് ഒരു ഉപഗ്രഹം ഉണ്ടാക്കി അതിൽ യാത്ര ചെയ്തിട്ട് അവര് ഭൂമിയിലെ ശബ്ദം പിടിച്ചെടുക്കട്ടെ. ഓരോ സെക്കൻഡിലും അവർക്ക് ഭൂമിയിൽ നിന്നൊരു പേര് മാത്രം മുഴങ്ങുന്നത് കേൾക്കാം. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചൈനയിലെ മൂക്ക് പതിഞ്ഞ മുഅദ്ദിനും ആഫ്രിക്കയിലെ ആജാന ബാഹുവായ നീഗ്രോ മുഅദ്ദിനും അമേരിക്കയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന മുഅദ്ദിനും ലണ്ടനിലെ മുഅദ്ദിനും ഇന്ത്യക്കാരനായിട്ടുള്ള മുഅദ്ദിനും മലേഷ്യക്കാരനായ മുഅദ്ദിനും ലോകം മുഴുവനും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ബാങ്കിനെ പറ്റി പറയുമ്പോ ലോകത്തൊരു വലിയ ബാങ്കുകാരനെ ഓർത്തുപോകും. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന ഖുറൈശി മുശ്രിക്കിന്റെ നേതാവിൽ നിന്ന് വെറും 10 ദീനാർ കൊടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിലക്കെടുത്ത് മോചനം നൽകിയ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയായിരുന്നു ബിലാൽ. അടിച്ച് മർദ്ദിച്ച്
എല്ലാ പീഡനങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചെന്നിട്ട് പറയണം, ഞാൻ കാശ് തരാം, സ്വതന്ത്രനാക്കോ. അപ്പോഴാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് പറയണത്, ഖുദുഹു വലൗ ബി അശറത്തി ദീനാർ, വല്ല 10 ദീനാറും തന്ന് കൊണ്ടുപോയിക്കോ. അല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ല 10 ദീനാർ കൊടുത്ത് കൊണ്ടുപോടോ നിന്റെ ഈ കാഫിരിയെ. ബിലാൽ, വല്ലാഹി ലൗ ജഅൽത തമനഹു 100,000 ദീനാറിൻ ലശ്തറൈതുഹു മിൻക. സിദ്ദീഖുൽ അക്ബർ അതിന് മറുപടി പറഞ്ഞു, 100 ദീനാറാണ് നീ വില പറയുന്നതെങ്കിലും ഞാൻ നിനക്ക് തരും. ബിലാൽ, വിലക്കെടുക്കല്ല, മർദ്ദനത്തിൽ നിന്നൊരു മോചനം കൊടുക്കാനാണ്. ആ സമയത്താണ് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅലാ വലസൗഫ യർദാ. ബിലാലിനെ കാശ് കൊടുത്തിട്ട് സിദ്ദീഖുൽ അക്ബർ വാങ്ങുമ്പോൾ ജിബ്രീൽ ഖുർആന്റെ ആയത്തുമായിട്ട് വരികയാണ്. ആരാണ് ഈ മെച്ചപ്പെട്ട് ശിക്ഷയിൽ നിന്ന് മോചനം നേടുന്ന ആളുകൾ? സംസ്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് കാശ് മുടക്കണവരാണ്, പണം ചെലവഴിക്കണവരാണ്, നല്ല മാർഗത്തിൽ പണം സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. അത് വേറെന്തിനെങ്കിലും കിട്ടാനല്ല, അത്യുന്നതനായ റബ്ബിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയും ചെയ്യുമെന്ന് സൂറത്തുൽ ലൈലിലെ 17 മുതൽ 21 വരെയുള്ള ആയത്തുകൾ ഇറങ്ങി. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയാറുണ്ടായിരുന്നു, യാ ബിലാൽ അഖ്മിസ് സ്വലാത്ത അരിഹ്നാ ബിഹാ. ഏ ബിലാലേ, ബാങ്ക് കൊടുക്ക്. ചിലപ്പോ ബാങ്ക് കൊടുക്കുന്നും പറയില്ല, അർഹിനി യാ ബിലാൽ, ബിലാലെ എന്നെ ആനന്ദിപ്പിക്കും. അല്ലാഹ്, ബിലാലെ എന്നെ ആനന്ദിപ്പിക്കും എന്ന് പറഞ്ഞ ബാങ്കാണ് ഉദ്ദേശിക്കുന്നത്. നിസ്കാരാണ് ആനന്ദം, നിസ്കാരാണ് അടയാളം, നിസ്കാരാണ് അഭിമാനം, നിസ്കാരമുള്ള ആണാണ് വിജയി, നിസ്കാരമുള്ള പെണ്ണാണ് കുടുംബത്തിന്റെ മൂലധനം. നിസ്കരിക്കാത്ത പുരുഷൻ ശപിക്കപ്പെട്ടത്, നിസ്കരിക്കാത്ത പെണ്ണ് ശപിക്കപ്പെട്ടത്, നിസ്കരിക്കാത്ത പെണ്ണുണ്ടാക്കുന്ന ആഹാരം ശപിക്കപ്പെട്ടത്. എല്ലാം നിസ്കാരമാണ്. യാ ബിലാൽ അരിഹിനി, ബിലാലെ എന്നെ സന്തോഷിപ്പിക്കൂ. ഒരു ദിവസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയുകയാണ്, യാ ബിലാൽ, ബിലാലെ ഹദ്ദിഥനി, എനിക്കൊന്ന് പറഞ്ഞു താ, ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ബിലാലെ, സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്ര പെട്ടെന്ന് എത്തിച്ച ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് എനിക്ക് പറഞ്ഞു തരുമോ ബിലാലെ? എന്റെ മുമ്പിലൂടെ നിങ്ങൾ നടന്നു പോകുന്നതിന്റെ ശബ്ദം, നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കണം.